but Tottenham is the history of the Tottenham. I always win things in my second year. എല്ലാരും ടോട്ടനത്തിനെ ട്രോളിക്കൊണ്ടിരിക്കുക. 2 ഗോളിന്റെ ലീഡ് എടുത്തിട്ട് അത് ബോട്ടിൽ ചെയ്തു. അതിനുശേഷം പെനാൾട്ടി ഷൂട്ട് ഔട്ടിലും ലീഡ് കിട്ടി, അതും ബോട്ടിൽ ചെയ്തു. ബട്ട് ഹോണസ്റ്റ്ലി 2 കാര്യങ്ങൾ, ഓക്കെ, ടോട്ടനം PSG-ക്കെതിരെ അത്ര നല്ലൊരു പെർഫോമൻസ് നടത്തുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഷെയിം ഓൺ യു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലൈക്ക് സീരിയസ്ലി, ഷെയിം ഓൺ യു. Are you not ashamed of yourself? മറ്റൊരു കാര്യം, ഞാൻ ഈ ഒരു മാച്ച് കണ്ടിട്ടില്ല. ഐ വാസ് സ്ലീപ്പിംഗ്. സോ എൻ്റെ ടാക്ടിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒന്നും ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഉണ്ടായിരിക്കുന്നതല്ല. പകരം ഹൈലൈറ്റ്സ് പ്ലസ് സോഷ്യൽ മീഡിയ, അത് വെച്ച് ഞാൻ കുറച്ച് പറയാം. മുഹമ്മദ് കുരൂസ്, ടോട്ടനത്തിന്റെ ഭാഗത്ത് ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. നൂനോ മെൻഡസിനെതിരെ വിജയിച്ച ചുരുക്കം ചില പ്ലേയേഴ്സിൽ ഒരാൾ. അത്രക്കും നല്ലൊരു പെർഫോമൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. 80-ാം മിനിറ്റിലൊക്കെ ആയിട്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നത് വരെ ടോട്ടനം 2 ഗോളിന്റെ ലീഡിലായിരുന്നു. ഓക്കെ, ആള് കയറി, ആൾക്ക് സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടി. ഈ ഫൈനലും ഞങ്ങൾ കൊണ്ടുപോയി എന്നുള്ള ഒരു ഉറപ്പിലാണ് കോച്ച് ഈ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ അതിനുശേഷം എന്തുണ്ടായത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐ മീൻ, ആളെ കുറ്റം പറയാൻ പറ്റൂല. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ആ ഒരു യൂറോപ്പ ലീഗ് ഫൈനൽ ജയിച്ചപ്പോൾ അവരും വിചാരിച്ചിട്ടുണ്ടാകും ഇനി മുതൽ പുതിയൊരു ഹിസ്റ്ററി അവർ കുറിക്കുകയാണ് എന്ന്. നോ, ഇതിനിടയിൽ ഒരു ബന്ധമില്ലാത്ത കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. PSG 2-0 തോറ്റു നിൽക്കുമ്പോൾ കുറെ ബാലൻഡോർ പോസ്റ്റ് വരണോ. ലോജിക്കലി ബാർസലോണ അല്ലെങ്കിൽ ലമീൻ യമാലോ റഫീഞ്ഞെ ആരും ഈ ഒരു മാച്ച് കളിക്കണ പോലുമില്ല. ഒരു ക്വാളിഫൈ ചെയ്യാത്തൊരു മാച്ചിൽ ഡെംബലെ തോറ്റാലും ഇല്ലെങ്കിലും ഐ മീൻ അതെങ്ങനെ അവർക്ക് ബാലൻഡോറിന്റെ ചാൻസ് കൂടും? ഐ മീൻ ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇനിയിപ്പോ ആ എക്സ്ക്യൂസ് ആളും പറ്റൂല. കാരണം ഡെംബലേക്ക് അസിസ്റ്റ് കിട്ടി, ഷൂട്ട് ഔട്ടിൽ ആൾ പെനാൾട്ടി സ്കോർ ചെയ്തു, മാൻ ഓഫ് ദി മാച്ച് ആയി, പ്ലസ് ആളുടെ ടീം തന്നെ ട്രോഫി നേടി. മറ്റൊരു സൈഡില് ഡോണറുമ്മ വാസ് വാച്ചിങ് ദിസ് മാച്ച്. ഷവലിയർ 2 ഗോളൊക്കെ കൺസീഡ് ചെയ്തപ്പോൾ ആളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നെ ചവിട്ടി പുറത്താക്കിയതല്ലേ, ഇങ്ങക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. എന്നാലും PSG-നെ സമ്മതിക്കുന്ന വേണം കേട്ടോ. അവരുടെ ഹിസ്റ്ററിയിലെ ആ ഒരു ഫസ്റ്റ് UCL നേടിക്കൊടുത്ത ഗോൾ കീപ്പറെ തന്നെ ഒരു ചവിട്ടി പുറത്താക്കി. കുറെ റൂമേഴ്സ് വരുന്നുണ്ട് ഡോണറുമ്മ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ള അവിടെ. ഡോണറുമ്മക്ക് വേണമെങ്കിൽ ഞാനൊരു ഉമ്മ തന്നിട്ട് ഒരു അഡ്വൈസ് തരാം. സിറ്റിക്ക് പോകണ്ട, ഇങ്ങോട്ട് അണ്ണൻ്റെ അടുത്തേക്ക് വാ, അൽ നാസർക്ക് വാ, ഓർക്കൊരു ഗോൾ കീപ്പർ ആവശ്യമുണ്ടത്ര. ഈ അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് ഡോണറുമ്മയും PSG-യും തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സൗദി ക്ലബ്ബാന്ന് വെച്ച് കുറെ പൈസ ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം അൽ നാസറിന്റെ കയ്യിൽ പൈസ അല്ല അത്രേ. പുതിയ റൂമേഴ്സ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ കേട്ട കിങ്സ്ലി കോമാൻ ടു അൽ നാസർ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ വരെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. EMI അടക്കണ പോലെയാണ് അത്ര ഈ ട്രാൻസ്ഫർ ഫീയും ആളുടെ സാലറിയുടെയും കാര്യങ്ങളിലൊക്കെ അൽ നാസർ ഒരു അറേഞ്ച്മെന്റിൽ എത്തുന്നത്. ഫുള്ള് തട്ടിക്കൂട്ട് ഡീലിങ്സ് ആണ് അവിടെ നടക്കുന്നുണ്ട്. മിക്കവാറും CR7 ജിയോർജിയനക്ക് 3 മില്യൺ റിങ് വാങ്ങിക്കൊടുത്ത പോലെ അൽ നാസർ പ്ലേയേഴ്സിനെയും സ്വന്തം ഫണ്ട് നിന്ന് വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഈ സീസണും 19-ാം തീയതി സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലാണ് അൽ നാസറിന്റെ നെക്സ്റ്റ് മാച്ച്. ടൈം ടു സ്റ്റാർട്ട് ജിങ്സിങ്. അത്രേ ഉള്ളൂ. ബൈ.